ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്കുന്നിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങ കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് മധുരം വന്ന ഏത് മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. നല്ല പഴുത്തതായാലും കുഴപ്പമില്ല, അഥവാ മധുരം വരാനായതല്ലേ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള മാങ്ങ നല്ല പഴുത്തതായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഏത് മാങ്ങയിലും കുഴപ്പമില്ല, നമ്മുടെ മധുരം ചെന്ന മാങ്ങ വേണം കേട്ടോ. പിന്നെ അതാ കട്ട് ചെയ്ത മാങ്ങ മുഴുവനായിട്ട് നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈത്തപ്പഴമാണ് കേട്ടോ. ഈത്തപ്പഴം ഞങ്ങളുടെ കയ്യിൽ നല്ല സോഫ്റ്റ് ഈത്തപ്പഴം ഉണ്ടാവും, കുറച്ച് ഹാർഡായിട്ടുള്ള അതുണ്ടാവും. അപ്പോൾ ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ നല്ല ഫ്രഷായ വെള്ളത്തിൽ കുതിർത്തി വെക്കട്ടെ. അപ്പോൾ കുതിർന്ന് വരുമ്പോൾ അതിങ്ങനെ അരിഞ്ഞല്ല അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലുണ്ടാവും. അതുകൊണ്ടാണ് നല്ല വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറയുന്നത് കേട്ടോ. സോഫ്റ്റ് ആയതാണെങ്കിൽ കുഴപ്പമില്ല, അപ്പം തന്നെ അതുപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ജ്യൂസിൽ ഇട്ട് കൊടുത്താൽ മതി. ഹാർഡായത് മാത്രമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് അരച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് നല്ല തിക്കാവാൻ തോന്നുകയാണെങ്കിൽ കട്ടിയിൽ പോലെ ആവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈത്തപ്പഴം കുതിർത്ത വെള്ളം കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് പാലും ചേർത്തുകൊണ്ട് അധികം തിക്കില്ല കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഷേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ഐസ്ക്രീമില്ല അത് കൂട്ടി ഇതിൻ്റെ കൂടെ ജ്യൂസിൻ്റെ കൂടെ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ അടിച്ചതിന് ശേഷം ഗ്ലാസ്സിലേക്ക് വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഐസ് ക്യൂബ് നിങ്ങൾക്ക് ഷേക്ക് അടിക്കുന്ന സമയത്ത് ഇട്ടടിക്കാം. ഞാൻ അപ്പോൾ സ്ട്രൈറ്റ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തുകയാണ്. ഈ ഒരു തിക്നെസ്സിനാട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസ് വേണ്ട, കുറച്ച് കട്ടിയിൽ വേണം. ഐസ്ക്രീം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഷുഗറിൻ്റെ പകരം ഡേറ്റ്സ് ആണ് ആഡ്. ഡേറ്റ്സ് ഒരുപാട് ഗുണങ്ങളുണ്ട്, ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് ഈത്തപ്പഴം കഴിക്കുന്നത്. ഇതുപോലെ പഴുത്ത മാങ്ങയും ഈത്തപ്പഴം കൊണ്ട് ഷേക്ക് അടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ ഈത്തപ്പഴം മാങ്ങിയിരിക്കണം. ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.